ലബനാനിലെ ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ വ്യോമാക്രമണം 14 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് ഗുരുതര പരിക്ക്. ഇസ്രായേൽ വെടിനിർത്തലിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ ആക്രമണമാണിത്. ഗസയിലും ആക്രമണം തുടർന്ന ഇസ്രായേൽ 3 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. MC നാസർ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. നാസർ, 14 പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഈ പരിക്കേറ്റവരുടെയൊക്കെ ആരോഗ്യനില എങ്ങനെയാണ്? ജിന നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ വർഷമാണ് വെടിനിർത്തൽ കരാർ ഈ ലബനാനും അതോടൊപ്പം തന്നെ ഇസ്രായേലും തമ്മിൽ നിലവിൽ വന്നത്. അമേരിക്കയും അതോടൊപ്പം തന്നെ മറ്റ് വൻശക്തി രാജ്യങ്ങളും ഇടപെട്ടുകൊണ്ടായിരുന്നു ഈ ഒരു വെടിനിർത്തൽ കരാർ രൂപപ്പെടുത്തിയത്. പക്ഷേ ഇതിനെ മറികടന്നുകൊണ്ട് നിരവധി തവണ ലബനാന് നേരെ ഇസ്രായേലിന്റെ ആക്രമണം നടന്നിരുന്നു. പക്ഷേ ഇന്ന് നടന്ന ആക്രമണം വളരെ വ്യാപകമാണ്. ആ വ്യോമാക്രമണം ഇനിയും തുടരുമെന്ന സൂചന കൂടിയാണ് ഇസ്രായേൽ സേന നൽകുന്നത്. 14 പേർ ഔദ്യോഗികമായിട്ട് കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് 50-ലധികം പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അല്പം മുമ്പും ദക്ഷിണ ലബനാന് നേരെ ആക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഹമാസ് ഉൾപ്പെടെയുള്ള ഫലസ്തീൻ സംഘടനകൾ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഇക്കാര്യത്തിൽ അറിയിച്ചിട്ടുണ്ട്. കാരണം ദക്ഷിണ ലബനാനിലെ ഫലസ്തീൻ അഭയാർത്ഥികളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ആക്രമണം നടന്നത്. അതായത് അത്തരം ഫലസ്തീൻ അഭയാർത്ഥികൾ ഒരു നിലയ്ക്കും ഗസയിലേക്കോ ഫലസ്തീൻ ഭാഗങ്ങളിലേക്കോ തിരിച്ചു വരരുത് എന്ന കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു വംശീയ ഉന്മൂലനം കൂടിയാണ് ഈ ദക്ഷിണ ലബനാന് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഫലിക്കുന്നതെന്നാണ് ഹമാസ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഇന്ന് ദക്ഷിണ സിറിയയുടെ ഒരു പ്രദേശത്ത് സന്ദർശനം നടത്തി. ഇത് സിറിയയുടെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഒരു ഇടപെടലാണ്. സിറിയൻ മണ്ണിൽ നെതന്യാഹു വന്നിരിക്കുന്നത് കൂടുതൽ ക്രൂരമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണെന്ന കുറ്റപ്പെടുത്തൽ സിറിയയും നടത്തിയിട്ടുണ്ട്. അതായത് ഈ മേഖലയിൽ കൂടുതൽ രൂക്ഷമായിട്ടുള്ള ഒരു കടന്നുകയറ്റത്തിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ മൗനാനുവാദത്തോടു കൂടിയാണ് ഈ കടന്നാക്രമണവും അതോടൊപ്പം തന്നെ ഈ ശക്തമായിട്ടുള്ള ഇടപെടലും തുടരുന്നത് എന്ന കുറ്റപ്പെടുത്തലും വളരെ വ്യാപകമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. നാസർ, അതായത് ഇനിയും ഇസ്രായേലിന്റെ ആക്രമണം തുടരാൻ തന്നെയാണ് സാധ്യത. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണോ നമുക്ക് ലഭിക്കുന്നത്? ജീന, തീർച്ചയായിട്ടും. കാരണം ഈ ആക്രമണം വളരെ വ്യാപകമായ സ്വഭാവത്തിലാണ് ദക്ഷിണ ലബനാനിൽ. അതും ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയാണ് ഈ ആക്രമണം നടന്നതെന്ന റിപ്പോർട്ടുകൾ സ്ഥിതിയുടെ ഗൗരവം ഒന്നുകൂടി വർദ്ധിപ്പിക്കുകയാണ്. കാരണം ഗസയിലും പല ഭാഗങ്ങളിലും ഇന്ന് ആക്രമണം നടന്നു. ഖാൻ യൂനിസിലും റഫയിലുമായിരുന്നു ആക്രമണം നടന്നത്. 5-ലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഗസയിൽ നിന്നും ലഭിക്കുന്നത്. അതായത് ഈ അവസ്ഥ, നിലവിലുള്ള ഈ സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമായിട്ടുള്ള സ്ഥിതിയിലേക്ക് കൊണ്ടുപോയി തങ്ങളുടെ അധീശത്വം അധിനിവേശം കൂടുതൽ അരക്കെട്ടുറപ്പിക്കാനുള്ള വളരെ ആസൂത്രിതമായിട്ടുള്ള നീക്കത്തിലാണ് ഇസ്രായേൽ ഏർപ്പെടുന്നത്. അമേരിക്കയാണെങ്കിൽ ഈ വെടിനിർത്തൽ കരാറിന് എല്ലാ നിലക്കും മുന്നിൽ നിന്ന് അമേരിക്ക വളരെ മൗനാനുവാദത്തോടു കൂടി ഇതിനെ പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തലിന്റെ ഭാവിയെ സംബന്ധിച്ച വലിയ ആശങ്കകളാണ് ഈ ഒരു ഘട്ടത്തിൽ അന്തർദേശീയ തലത്തിലുള്ള വിദഗ്ധരും മറ്റും മുന്നോട്ട് വെക്കുന്നത്. കാരണം ഇതിനെ തടയാൻ അമേരിക്കയും അതോടൊപ്പം തന്നെ മധ്യസ്ഥ രാജ്യങ്ങളും തയ്യാറായിട്ടില്ലെങ്കിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ഗസയിലെ വെടിനിർത്തലിനെയും അത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷവും ആക്രമണം ഗസയിൽ ഇല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം ഈ മരണസംഖ്യ ഇപ്പോൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഈ മറ്റ് രാജ്യങ്ങളുടെ, ലോകരാജ്യങ്ങളുടെയൊക്കെ ഒരു ഇടപെടൽ എങ്ങനെയാണ്? ഈ വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരണത്തിന് ലോകരാജ്യങ്ങൾ തയ്യാറാകുന്നുണ്ടോ? ജീന, ഒക്ടോബർ 10-നാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത്. ഇതിനകം ഏതാണ്ട് 400-ലധികം വെടിനിർത്തൽ ലംഘനങ്ങളാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. കാരണം നമ്മൾ അറിയാൻ സാധിക്കും, ഹമാസ് നേരത്തെ ഉറപ്പ് നൽകിയത് ജീവനോടെയുള്ള 20 ബന്ദികളെ ആദ്യ ദിവസം തന്നെ അവർ വിട്ടയച്ചു. പിന്നെയുള്ളത് 28 ബന്ദികളുടെ മൃതദേഹങ്ങളായിരുന്നു. അതിൽ 26 മൃതദേഹങ്ങളും കൈമാറി. ഇതൊക്കെ നിലനിൽക്കെ തന്നെയാണ്. അതായത് ഏകപക്ഷീയമായിട്ടുള്ള ഒരു കടന്നാക്രമണം, അതും 400 തവണ നിയമം ലംഘിച്ചുകൊണ്ട് ആക്രമണം നടത്തി. അതിലൂടെ 280 പേരെയാണ് ഇതിനകം കൊലപ്പെടുത്തിയിരിക്കുന്നത്. ആ കൊല തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഒരു ഭാഗത്ത്. അതോടൊപ്പം തന്നെയാണ് ഗസയിലേക്ക് സുരക്ഷിതമായിട്ട് നിത്യം 600 ട്രക്കുകൾ അയക്കുമെന്ന് വെടിനിർത്തൽ കരാറിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുപോലും ഇതുവരെ പുലർന്നിട്ടില്ല. അവിടത്തേക്ക് താൽക്കാലിക താമസ സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ഒരു നിബന്ധന ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും ലംഘിക്കപ്പെട്ടു. അതോടൊപ്പം തന്നെ ഭക്ഷ്യവസ്തുക്കളും മരുന്നും വെള്ളവും ഉൾപ്പെടെയുള്ള ഏറ്റവും അടിസ്ഥാന ഉപാധികൾ പോലും ആവശ്യത്തിന് നൽകണമെന്ന ആ വ്യവസ്ഥയും പൂർണ്ണമായിട്ട് ലംഘിക്കപ്പെട്ട ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വെടിനിർത്തൽ എന്നത് അമേരിക്ക മുന്നോട്ട് വെച്ച ഇസ്രായേൽ
ഇസ്രായേലിന് വേണ്ടിയുള്ള ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു ഏർപ്പാട് എന്നതിലപ്പുറത്തേക്ക് നീങ്ങുന്നില്ല. അതേസമയം അന്താരാഷ്ട്ര സേനയെ വിന്യസിക്കാനും അങ്ങനെ ഗസയിൽ പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെയും വിദേശ സേനയുടെയും നേതൃത്വത്തിലുള്ള തങ്ങളുടെ അധിനിവേശം അരക്കിട്ടുറപ്പിക്കാനുള്ള നീക്കത്തിലാണ് അമേരിക്കയും ഇസ്രായേലും ഏർപ്പെട്ടിരിക്കുന്നത് എന്ന കുറ്റപ്പെടുത്തലും ഹമാസിന്റെ ഭാഗത്ത് മാത്രമല്ല പലസ്തീൻ മറ്റ് സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉയർന്നിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ ഗസയിലെ വെടിനിർത്തൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരി നാസർ, ഏതായാലും ലബനാനിലെ ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ വ്യോമാക്രമണം 14 പേരാണ് കൊല്ലപ്പെട്ടത്. ഈ വെടിനിർത്തൽ നിലവിൽ വന്നതിന് ശേഷം നടത്തിയ ഏറ്റവും വലിയ ആക്രമണമാണിത്. ആക്രമണം തുടരാൻ തന്നെയാണ് ഇസ്രായേലിന്റെ തീരുമാനമെന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതിന് അമേരിക്കയുടെ മൗനസമ്മതം കൂടി ലഭിക്കുന്നുണ്ട്. MC നാസറാണ് വിശദാംശങ്ങൾ നൽകിയത്.